الحمد لله ذي الجلال والإكرام دعانا إلى طيب الكلام ووعدنا عليه بالجنة دار السلام ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ വളരെയേറെ ജാഗ്രതയിൽ സദാ അവർ ശ്രദ്ധിക്കുന്നൊരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തിയ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള ഗൗരവതരമായ കൽപ്പന, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, ഭയപ്പെട്ട് ജീവിക്കണേ. വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ നല്ല വാക്കുകൾ മാത്രം പറയണം. നിങ്ങളുടെ കർമ്മങ്ങൾ നന്നാകുവാനും മനുഷ്യരെന്ന നിലക്ക് നിങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള അബദ്ധങ്ങളും അപാകതകളുമൊക്കെ നിങ്ങൾക്ക് പുറത്തു കിട്ടാനും സ്വർഗീയമായ ആനന്ദങ്ങളിൽ നിങ്ങൾ പ്രവേശിപ്പിക്കപ്പെട്ട് അത്യുന്നതമായ സൗഭാഗ്യത്തിൻ്റെ ആ ഉന്നതമായ പദവിയിലെത്തുവാനുമൊക്കെ നിങ്ങൾക്കത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിന് ആശ്വാസം പകരുന്ന, അതുപോലെ തന്നെ സമൂഹത്തിൽ വളരെയേറെ നല്ലൊരു അന്തരീക്ഷം നിലനിർത്തുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ നല്ലത് മാത്രം പറയുക, നല്ലത് സംസാരിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് സത്യവിശ്വാസികൾ ആനയിക്കപ്പെടുന്നതിനെ സംബന്ധിച്ച് സൂറത്തുൽ ഹജ്ജിലൂടെ പറയുന്നുണ്ട്. ഇന്നല്ലാഹ യുദ്ഖിലുൽ ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരെ അവന്റെ സ്വർഗീയാരാമങ്ങളിലേക്ക്, ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അടിഭാഗത്തിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗ്ഗലോകങ്ങളിലേക്ക് അവരെ അവൻ പ്രവേശിപ്പിക്കും. യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ വലുഉലുഅ, മുത്തും പവിഴവും അതുപോലെ തന്നെ സ്വർണത്തിന്റെയും ഒക്കെ കടകങ്ങളും അതുപോലെയുള്ള ആഭരണങ്ങളും, വലിബാസുഹും ഫീഹാ ഹരീർ, നല്ല പട്ടുടയാടുകളുമൊക്കെ ധരിപ്പിക്കുന്ന ഒരവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് ശേഷം പറയുന്ന വാചകം നമ്മൾ ശ്രദ്ധിക്കുക. വഹുദൂ ഇല ത്വയ്യിബി മിനൽ ഖൗൽ വഹുദൂ ഇലാ സിറാത്തിൽ ഹമീദ്. എന്തേ അവർക്ക് ഈ സ്വർഗം കിട്ടാൻ കാരണം? എന്തേ അവർ ഇങ്ങനെ സ്വർഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രവേശിപ്പിക്കുവാൻ നിമിത്തമായ കാരണമെന്ത്? അതാണ് അല്ലാഹു പറയുന്നത്, വഹുദൂ ഇല ത്വയ്യിബി മിനൽ ഖൗലി, വാക്കുകളിൽ നിന്ന്, സംസാരങ്ങളിൽ നിന്ന് ഏറ്റവും നല്ലത് പറയാനും സംസാരിക്കാനും തൗഫീഖ് ലഭിക്കപ്പെട്ട ആളുകളാണവർ, മാർഗദർശനം ലഭിക്കപ്പെട്ട ആളുകളാണവർ ദുനിയാവിൽ. അതേപോലെ തന്നെ വഹുദൂ ഇലാ സിറാത്തിൽ ഹമീദ്, ഹമീദായ അല്ലാഹു റബ്ബുൽ ആലമീനിന്റെ ആ നേരായ പാതയിലേക്ക് അവർക്ക് മാർഗദർശനം നൽകപ്പെട്ടു. അത് കാരണത്താലാണ് അവർ സ്വർഗാവകാശികളായി മാറിയത്. ഇവിടെ എന്താ അല്ലാഹു ഗൗരവത്തോടെ പറയുന്നത്? അത്തയ്യിബു മിനൽ ഖൗൽ, ഒരു മനുഷ്യന്റെ വാക്കുകൾ, അവൻ്റെതായ പ്രവർത്തനങ്ങൾ
പ്രവർത്തനങ്ങൾ നന്നാകുന്നതും മനസ്സ് നന്നാകുന്നതും മനുഷ്യന്റെ വാക്കുകൾ നന്നാകുമ്പോഴാണ്. ഏറെ പ്രാധാന്യമർഹിക്കുന്ന കാര്യം അതാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിലൂടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അവർ പ്രവേശിപ്പിക്കപ്പെട്ട സ്വർഗത്തിലും ദുനിയാവിലെ അവരുടെ ശീലം, അവർ നല്ലത് പറഞ്ഞു, നല്ലത് സംസാരിച്ചു, നല്ലത് കേട്ടു, അതിൽ അവർ വളരെയേറെ സൂക്ഷ്മത പുലർത്തി. അതുകൊണ്ട് അവർ പ്രവേശിപ്പിക്കപ്പെട്ട സ്വർഗവും ആ നിലക്കുള്ള സ്വർഗത്തിലാണ് അവർ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. അവിടെ ഒരു അനാവശ്യമായ വാക്കുകളില്ല, പാപകരമായ പ്രവർത്തനങ്ങളില്ല, വാക്കുകളില്ല, ഒന്നും തന്നെ അവിടെയില്ല. എല്ലാം സമാധാനം, സമാധാനം, ശാന്തി. ശാന്തിയുടെ നികേതനാണല്ലോ, കേദാരമാണല്ലോ സ്വർഗം എന്ന് പറയുന്നത്. കാരണം വിശ്വാസിക്ക് ആ ഒരു സംസ്കാരം ലഭിച്ചത് അവൻ ചെറുപ്പകാലം തൊട്ട് മരണം വരെ നിലനിർത്തിയ അവന്റെ ആദർശ നിഷ്ഠക്ക് നിമിത്തമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ത്വയ്യിബയാണ്. അത് നന്നാകുന്നതോടുകൂടി മനുഷ്യനാകെ മാറ്റം വരികയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വഫറഉഹാ ഫിസ്സമാ തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ. ഈ കാണുന്നില്ലേ അല്ലാഹു തആല ഉദാഹരിച്ചത്, റബ്ബ് ഉദാഹരണം പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുൻ ത്വയ്യിബ ഏതുപോലെയാണ്. നല്ല നല്ല വേരുകൾ ഭൂമിയിലേക്ക് ആണ്ടിറങ്ങി ആ നിലക്ക് നല്ല ഒരു വടവൃക്ഷമായി ആനലോകത്തേക്ക് പടർന്നതിൻ്റെ ചില്ലകളൊക്കെ പടർന്നു നിൽക്കുന്ന, സദാസമയവും അതിൻ്റെതായ ഭോജ്യങ്ങളും അതുപോലെ തന്നെ ഫലങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന ഉത്തമമായ ഒരു വൃക്ഷത്തോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന്റെ കലിമയായ ലാ ഇലാഹ ഇല്ലല്ലാഹയെ ഉപമിച്ചിട്ടുള്ളത്. കാരണം അതാണ് ശരിയാകുന്നതോടുകൂടി അവൻ്റെ ഹൃദയം ക്ലിയറായി, അവൻ്റെ സംസാരം നന്നായി, നോട്ടം നന്നായി, കേൾവി നന്നായി, ചിന്തകൾ നന്നായി, പ്രവർത്തനങ്ങൾ മുഴുവനും നന്നായി. അടിസ്ഥാനപരമായി അതിനെ പ്രവർത്തിച്ചത് അവൻ്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന, അവൻ നിഷ്ഠ പുലർത്തുന്ന അവൻ്റെ ആദർശമാണ് കലിമത്തുൻ ത്വയ്യിബ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവൻ്റെ ദിക്റുകൾ, അവൻ്റെ ദുആകൾ, അവൻ്റെ എല്ലാം അവയിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ നാവിൽ നിന്ന് അതിന് വിരുദ്ധമായ നിലക്കുള്ള സംസാരങ്ങളോ ചീത്തയായ കാര്യങ്ങളോ വന്നു ചേരുകയില്ല എന്നുള്ളത് വളരെയേറെ പ്രാധാന്യപൂർവം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റസൂലിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് കളവ് അവൻ പറയില്ല. കാരണം അവൻ കളവ് പറയുന്ന ശീലം അവൻ ഒരിക്കലും ഉണ്ടാവുകയില്ല. അവൻ്റെ നിലനിൽപ്പ് തന്നെയും അവൻ്റെ ജീവിതത്തിൽ ഏത് വിധത്തിലുള്ള പ്രയാസങ്ങളാണെങ്കിലും സത്യസന്ധത മുറുകെ പിടിക്കുവാനാണ് അവൻ എപ്പോഴും നിഷ്ഠ പുലർത്തുക. കാരണം അത് അല്ലാഹുവിൻ്റെ കൽപ്പന അങ്ങനെയാണ്. സത്യം മാത്രമേ പറയാവൂ, സത്യസന്ധന്മാരുടെ കൂടെ മാത്രമേ ചേർന്ന് നിൽക്കാവൂ. അവൻ ഒറ്റപ്പെട്ട് നിൽക്കേണ്ടവനല്ല, അവൻ കൂടെ നിൽക്കേണ്ടവനാണ്, ചേർന്ന് നിൽക്കേണ്ടവനാണ്. പക്ഷേ ആരുടെ കൂടെ എന്നവന് നിർദ്ദേശമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുവീൻ. വകൂനു മഅസ്സാദിഖീൻ, സത്യസന്ധന്മാരോടൊപ്പം, സത്യം പറയുന്നവരോടൊപ്പം നിങ്ങൾ ചേർന്ന് നിൽക്കുവീൻ. വിശ്വാസിക്ക് അവരോടൊപ്പമാണ് മാത്രമാണ് ചേർന്ന് നിൽക്കുവാനുള്ളത്. മറ്റുള്ളവരിൽ നിന്ന് തെറികളും ചീത്തകളും കേൾക്കേണ്ടി വന്നാൽ പോലും അതേ നാണയത്തിൽ തിരിച്ചു പറയാതെ അവൻ്റെ നാവിനെ കൃത്യമായി സൂക്ഷിച്ച് അവൻ്റെ ആദർശനിഷ്ഠ ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കും. കാരണം അവൻ്റെ മനസ്സിൽ അവൻ സദാ നിലനിർത്തുന്നത് അവൻ്റെ ഒരു പ്രത്യേകമായ ഭയമാണ്. മുസ്തഫയുടെ നിർദ്ദേശം, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറാ ഔ ലിയസ്മുത്. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ, റബ്ബിനെ കണ്ടുമുട്ടും എന്ന് ഭയമുണ്ടെങ്കിൽ, ഈമാനവന്റെ ഹൃദയത്തിലേക്ക് ആണ്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ, പറയുന്നുവെങ്കിൽ നല്ലത് മാത്രം പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരുന്നോളണം, അല്ലെങ്കിൽ മൗനം പാലിക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശം. കാരണം അവന്റെ മനസ്സിൽ സദാ അലയടിക്കുന്ന ഒരു വചനമുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും, ഞാൻ എന്ത് എഴുതിയാലും എല്ലാം അതവിടെ രേഖയാണ്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മനുഷ്യനൊരു വാക്കും ഉരിയാടുന്നില്ല. സൂക്ഷ്മ നിരീക്ഷകരായി എപ്പോഴും അവന്റെ അടുക്കൽ സദാ സന്നദ്ധരായി കൊണ്ടിരിക്കുന്ന, നിരീക്ഷകരായി കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരായ റബ്ബിന്റെ മലായിക്കത്തുകൾ രേഖപ്പെടുത്തുകയാണ് മുഴുവനും. ആ ഓർമ്മയുള്ളപ്പോ അവന്റെ സംസാരം കൺട്രോൾഡായിരിക്കും, നോട്ടം കൺട്രോൾഡായിരിക്കും, അവന്റെ കേൾവി എല്ലാം അവൻ വളരെ ക്ലിയറായി കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കും.
അതുകൊണ്ട് തന്നെ അവൻ എന്തെഴുതുമ്പോഴും അവൻ എന്ത് പറയുമ്പോഴും ഒരു കവിയുടെ വാചകങ്ങൾ നിങ്ങൾ നോക്കൂ. വമാ മിൻ കാതിബിൻ ഇല്ലാ സയഫ്നാ വയുബ്ഖി ദഹ്റു മാ കതബത് യദാഹു ഫലാ തക്തുബ് ബികഫിക ഗൈറ ശൈഇൻ യസുറുക ഫിൽ ഖിയാമത്തി അൻ തറാഹു. വളരെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു വാചകമാണത്. ഏതൊരു എഴുത്തുകളും വരികളും ആ എഴുതിയ മനുഷ്യൻ അവനങ്ങ് നശിച്ചു പോകും, അവനങ്ങ് മരിച്ചു പോകും. അതേ അവസരത്തിൽ അവന്റെ കൈകൾ എഴുതിയതൊക്കെ അവിടെ ബാക്കിയുണ്ടാകും. എത്രയോ ആളുകൾ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയി. അവരുടെയൊക്കെ ഫേസ്ബുക്ക് ഐഡികൾ ഇന്നും സോഷ്യൽ മീഡിയകളിൽ നിലനിൽക്കുകയാണ്. നല്ലതുണ്ടെങ്കിൽ അതവിടെ ഉണ്ടാകും, ചീത്തയാണോ പകർന്നു പോയത് അതും അവിടെ ഉണ്ടാകും. ആള് മരിച്ചുപോയി, അതൊക്കെ ഇവിടെ ബാക്കിയാണ്. അതുകൊണ്ട് ഫലാ തക്തുബ് ബികഫിക ഗൈറ ശൈഇൻ, നിന്റെ കൈകൾ കൊണ്ട് നീ ഒരിക്കലും എഴുതരുത്. ഏതല്ലാതെ യസുറുക ഫിൽ ഖിയാമത്തി അൻ തറാഹു, ആളെ മഹ്ശറിൽ ചെന്നാൽ എൻ്റെ രേഖയിൽ ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്നതല്ലാത്ത ഒന്നും ഞാൻ ഇവിടെ നിന്ന് എഴുതരുത്, പറയരുത്. വളരെ ഗൗരവത്തോടു കൂടിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ലത് പറയാനും നല്ല കാര്യങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും നല്ലതിൽ ഇടപെടുവാനും നല്ലവരോടൊപ്പം ചേർന്ന് നിൽക്കുവാനും ഇസ്ലാമിൻ്റെ ആ നിർദ്ദേശം എന്തുകൊണ്ടാണെന്നോ, വിശ്വാസിയുടെ മുഖമുദ്ര കലിമ തയ്യിബയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിൻ്റെ ഉപോൽപ്പന്നമായിക്കൊണ്ട് അവൻ ഈ ഒരു സംസ്കാരം കാത്തു സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ പരാജയമായിരിക്കും. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ ഹദിയഹു. അമ്മാ ബഅദു ഫഊസൈകും ഇബാദല്ലാഹ് വനഫ്സി ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വളരെ ഗൗരവത്തോടുകൂടെ പറഞ്ഞ കാര്യമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിശ്വാസിക്ക് നൽകപ്പെട്ട കണ്ണും കാതും ഖൽബും വലിയ നിഅമത്തുകളാണ്, വലിയ നിഅമത്തുകളാണ്. ഒരു മനുഷ്യൻ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ ഉപയോഗപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവൻ കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഗ്രഹിക്കുന്നു. മറ്റൊന്നവൻ കാര്യങ്ങൾ കണ്ടുകൊണ്ടവൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഹൃദയം കൊണ്ട് ചിന്തിച്ചുകൊണ്ടവൻ കാര്യങ്ങളെ മനസ്സിലാക്കുന്നു. ഇതിനെക്കുറിച്ച് അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇതൊക്കെ തന്നത് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് തോന്നിയിടത്തൊക്കെ പ്രയോഗിക്കാനല്ല. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. സൂറത്തുൽ ഇസ്റാ. തീർച്ചയായും കാത്, കണ്ണ്, ഹൃദയം ഓരോന്നിനെ സംബന്ധിച്ചും കൃത്യമായ ചോദ്യം നാളെ പരലോകത്തുണ്ടാകും. എന്തൊക്കെയാ നിന്റെ കാതുകൊണ്ട് കേട്ടത്? എന്തൊക്കെയാ നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കണ്ടത്? എന്തൊക്കെയാ നീ ചിന്തിച്ചത്? ഇന്നിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഡിജിറ്റൽ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ, സോഷ്യൽ മീഡിയകളിൽ അഭിരമിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ, എന്തൊക്കെയാണ് അവർ കേട്ടുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്? എന്തിലൊക്കെയാണ് അവർ കൂടി ആടിപ്പാടുന്നത്? ഈ കാലഘട്ടത്തിൽ നിങ്ങളൊക്കെ പഴഞ്ചന്മാരാണ്. അതുകൊണ്ടായി അരുതായ്മകൾ 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 നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രതികരിക്കുന്ന സഹോദരങ്ങളുണ്ട്. ചിന്തിക്കുക. ആ പ്രതികരണമൊക്കെ ഇവിടെ നിങ്ങൾക്ക് പ്രതികരിക്കാം, നമുക്ക് പ്രതികരിക്കാം. പക്ഷേ റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ അത് വിലപ്പോവില്ല. അള്ളാഹു നോക്കുന്നത് അവൻ തന്ന കണ്ണ്, അവൻ തന്ന കാത്, അവൻ തന്ന ഖൽബ്, അവൻ തന്ന നാവ്, അവൻ തന്ന കൈകാലുകൾ എല്ലാം. യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും. അവർക്കെതിരെ അവരുടെ നാവുകൾ സംസാരിക്കും, സാക്ഷി പറയും. സ്വന്തത്തിനെതിരെ അവർക്ക് സാക്ഷി അവരുടെ നാവുകൾ, അവരുടെ കൈകാലുകൾ എല്ലാം നമുക്കെതിരെ പരലോക കോടതിയിൽ. ഇതാ ഈ അവയവങ്ങൾ ഞങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഈ മനുഷ്യൻ ഈ നാവ് കൊണ്ട് വൃത്തികേടുകൾ പറഞ്ഞിട്ടുണ്ട്.
അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയെ കാറ്റിൽ പറത്തിയിട്ടുണ്ട്. ലൈസൽ മുഅ്മിനു ബിത്തആൻ വലൽ ലആൻ വലൽ ഫാഹിഷ് വലൽ ബദീ. ഒരു സത്യവിശ്വാസി ഒരിക്കലും ഈ നിലക്ക് ശപിച്ചു പറയുന്ന, തെറി വിളിക്കുന്ന, ചീത്ത പറയുന്ന, അത് കോമഡിയുടെ പേരിലാണെങ്കിലും എന്ത് കാര്യങ്ങൾക്ക് പേരിലാണെങ്കിലും വൃത്തികേടുകൾ പറയുക, വൃത്തികെട്ട സംസ്കാരം, നമ്മുടെ പുതിയ ജനറേഷനൊക്കെ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാക്കുകൾ, അറപ്പുകൾ തോന്നിപ്പിക്കുന്ന വൃത്തികേടുകൾ മാത്രം സോഷ്യൽ മീഡിയകളിലൂടെ പറയുന്നു, സംസാരിക്കുന്നു. അത്തരത്തിലുള്ള ചില പുതിയ വേർഡുകൾ അവർ തയ്യാറാക്കുന്നു, പ്രയോഗിക്കുന്നു. ഇസ്ലാമിനെതിരെ കൊഞ്ഞനംകുത്തുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ത്വയ്യിബയുടെ ആശയത്തെ, അതേപോലെ തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി ലോകത്തിന് പകർന്നു നൽകിയിട്ടുള്ള സാംസ്കാരികമായ കൃത്യമായ ആശയങ്ങളെ അവൻ പരിഹസിക്കുകയാണ്, പുച്ഛിക്കുകയാണ്. എല്ലാം അള്ളാഹു കൊടുത്ത നാവ് കൊണ്ട് അവൻ ദുരുപയോഗം ചെയ്യുകയാണ്. വിടൂല റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ. അതുകൊണ്ട് ആ ബോധം നമുക്ക് വേണം. ഓരോരുത്തരുടെയും കൈകളിൽ സ്മാർട്ട് ഫോണുകളുണ്ട്. ഓരോരുത്തരും സോഷ്യൽ മീഡിയകളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നിയന്ത്രിക്കാൻ ആളുകളില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വമാ മിൻ കാതിബിൻ ഇല്ലാ സയഫ്നാ, എല്ലാ എഴുതിയവരൊക്കെ മരിച്ചു പോവും. അതവിടെ ബാക്കിയുണ്ടാകും. പരലോക കോടതിയിൽ വരും, മുമ്പിൽ വരും. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറ വമാ അമിലത് മിൻ സൂ, എല്ലാം കാണും അവിടെ. അതുകൊണ്ട് എൻ്റെ സ്വാതന്ത്ര്യമാണ്, എൻ്റെ ചോയ്സാണ് എന്നൊന്നും നെകളിപ്പ് ആർക്കും വേണ്ട. റഹ്മാനായ റബ്ബിൻ്റെ കൽപ്പനയാണ്. ഓരോരുത്തരും അവനവനെ കുറിച്ച് ഭയപ്പെട്ടുകൊള്ളുക. അതാണ് അല്ലാഹ് പറയുന്നത്. സത്യവിശ്വാസികളെ, നല്ലത് പറഞ്ഞോളൂ, നല്ലത് മാത്രം പറഞ്ഞോളൂ. എങ്കിലേ നിങ്ങളെ അമല് നന്നാകൂ, പാപങ്ങൾ പൊറുക്കപ്പെടൂ, അള്ളാഹുവിൻ്റെ അടുക്കൽ സൗഭാഗ്യം ലഭിക്കുകയുള്ളൂ. അങ്ങനെ ജീവിച്ചാൽ വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ, വമ്പിച്ച വിജയം അവന് നേടിയെടുക്കുവാൻ സാധിക്കും. അള്ളാഹു നമുക്കെല്ലാം അതിൻ്റെ തൗഫീക്ക് നൽകുമാറാകട്ടെ. റബ്ബിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കാനും പറയാനും എഴുതാനും സത്യസന്ധരായ ആളുകളുടെ കൂടെ മാത്രം ചേർന്ന് നിൽക്കുവാനുമുള്ള തൗഫീക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام.